Hallelujah. Hallelujah. We are reading and meditating today 1 Samuel chapter 17 verse 17 on. നിങ്ങൾ പല പ്രാവശ്യം ദാവീദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പുതിയ ചില കാര്യങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ഇശായി പറഞ്ഞത് രാവിലെ അപ്പച്ചൻ മോനെ വിളിച്ചേച്ച് പറഞ്ഞു, ദാവീദേ ഇങ്ങോട്ട് വന്നടാ. എന്താ അച്ഛാ? നീ ഈ ടിഫിൻ എടുത്തോണ്ട് നിന്റെ ചേട്ടന്മാരുടെ അടുക്ക പോകാൻ. പ്രൈസ് ദി ലോർഡ്. ടിഫിൻ്റെ അപ്പം അമ്മ ഉണ്ടാക്കിയപ്പോഴും ടിഫിൻ പാക്ക് ചെയ്ത് മോനെ വിളിച്ചപ്പോഴും ഇവർ പോകുന്ന സമയത്ത് ഒരു ഗോലിയാത്തിനെ കൊല്ലാൻ പോകുകയാണെന്ന് അവർക്കറിയില്ലായിരുന്നു. പക്ഷെ ടിഫിൻ കൊടുത്തു വിടാൻ തീരുമാനിച്ച ദൈവത്തിന് അറിയാമായിരുന്നു ടിഫിൻ കൊണ്ട് പോകുന്നത് ഗോലിയാത്തിനെ തട്ടിയേച്ച് വരാനാണ്. ഹല്ലേലൂയ. ചെറിയ ചെറിയ പരിപാടി നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് വിടുന്നത് എന്തിനാണെന്നറിയാമോ? വലിയ വലിയ മല്ലന്മാരെ തകർത്തിട്ട് വരാനാണ്. ഈ ചെറിയ പരിപാടി ചെയ്യാൻ മടിക്കുന്നോണ്ടാണ് മല്ലൻ ഇപ്പോഴും നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തൂക്കാനും തുടയ്ക്കാനും മടിയുള്ളവൻ രാജാവാകില്ല. പ്രൈസ് ദി ലോർഡ്. ഏത് ശുശ്രൂഷയ്ക്കും തയ്യാറാകുന്നവൻ മാത്രമേ രാജാവാകാൻ പറ്റുകയുള്ളൂ. ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവൻ പ്രസംഗിക്കാൻ പറ്റുകയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോളേജിൽ പഠിക്കുന്ന കാലത്തും ഒരു തുണിസഞ്ചി ഇട്ടുകൊണ്ട് ഓടി നടന്ന് ട്രാക്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. എനിക്ക് അന്ന് അതേ അറിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാണുന്നവരോടൊക്കെ സുവിശേഷം പറയുമായിരുന്നു. നിന്നെ ദൈവം ശുശ്രൂഷയിൽ വർദ്ധിപ്പിക്കണമോ, ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദാവീദിനെ വിളിച്ച് അപ്പച്ചൻ ടിഫിൻ ബോയ് ആയി വിട്ടപ്പോൾ അപ്പച്ചനോ അമ്മച്ചിയോ ദാവീദ് പോലും അറിഞ്ഞില്ല. അവന്റെ യാത്ര ഒരു സംഭവമുള്ള യാത്രയാണ്. അത് ദൈവത്തിന്റെ പദ്ധതിയുടെ യാത്രയാണ്. അത് ദൈവം ഇറക്കി വിടുന്ന യാത്രയാണ്. നിന്റെ കൈ ചോറ്റുപാത്രമായി ദൈവം നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ദാവീദേ, നിന്നെ കൊണ്ടുപോകുന്ന യുദ്ധക്കളത്തിൽ വലിയൊരു സംഭവം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അടുത്ത വർഷത്തിൽ നിന്റെ ജീവിതത്തിന് മുമ്പിലോട്ട് പോകുമ്പോൾ, നീ ഒരു ചെറിയ ശുശ്രൂഷയുമായി കടക്കുമ്പോൾ ഒരു വലിയ വൻ വിജയവും വലിയൊരു ഉയർച്ചയും വലിയൊരു അനുഗ്രഹവും ദൈവം നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പച്ചാ, ഞാൻ രാജാവിന് അഭിഷേകം കിട്ടിയ ആളാണ്. ഇനി ചോറ്റ് പാത്രമൊന്നും ചുമക്കാൻ എന്നെ വിളിക്കണ്ട. ഡോണ്ട് കോൾ മീ ആസ് എ ടിഫിൻ ബോയ്. നോ 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 നോ. വാട്ട് എവർ ഗോഡ് ടെൽസ് യു ടു ഡു ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. പണ്ടൊരു ബാറ്ററി ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എവറഡി എന്നാണ്. ദൈവരാജ്യത്തിൽ ആവശ്യമുള്ളത് എവറഡിക്കാരാണ്. എക്സ്ക്യൂസ് പറയുന്നവർക്ക് എന്നും എക്സ്ക്യൂസ് കാണും, അവരെ ഒരിക്കലും കൊള്ളുകയില്ല. എക്സ്ക്യൂസ് ഉണ്ടാക്കാനാണെങ്കിൽ എന്നും എക്സ്ക്യൂസാണ്. ഇന്ന് പരീക്ഷ കാണും, നാളെ കല്യാണം കാണും, മറ്റന്നാൾ വീട്ടുപണി കാണും, മക്കളുടെ കല്യാണം കാണും, എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും. ഇതെല്ലാം മാറ്റിവെച്ച് ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. സ്വർഗരാജ്യത്തിൽ മുമ്പോട്ട് പോകണമോ, ദൈവത്തെ മുമ്പിൽ വെച്ചിട്ട് മുമ്പ് എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കണം. യേശു വേഗം വരുന്നു. നീ രാജാവായി വാഴിക്കപ്പെട്ടവനാണ്. നിന്റെ പുറത്ത് അഭിഷേകമുണ്ട്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ശുശ്രൂഷയിലും ഒരുങ്ങുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ സഭയിൽ ആദ്യം വരുന്ന ഞാനാണ്. ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ ഞാനും എൻ്റെ പെങ്ങളുമാണ് അടിയിടുന്നത്. അതിന് വേറൊരാൾക്ക് അവസരം കൊടുക്കുകയില്ല. സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലുണ്ട്. എവിടെ വേണോ പാട്ട് പാടണമെങ്കിൽ കയറി വിടും. അപ്പച്ചൻ പറയും, മോനെ പുതിയ പ്രൊഫഷണൽ പാട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ട്, നീ കുറച്ചു നേരം അവിടെ ഇരിക്കാൻ പറയും. ഫീലിങ്സ് ഉണ്ടെങ്കിലും പിന്നെയും കയറി ചെല്ലും പാട്ട് പാടാൻ. ഇറക്കി വിട്ടാൽ പോലും ഞാൻ എൻ്റെ ശബ്ദം എന്നെ പരിവരുത്താണോ എന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി പാടണം, ദൈവത്തിന് വേണ്ടി ആടണം, ദൈവത്തിന് വേണ്ടി ചാടണം എന്നുള്ള ആഗ്രഹം വേറൊരാൾ പറഞ്ഞിട്ടല്ല നിന്റെ ഉള്ളിൽ വരേണ്ടത്. ദൈവം നിന്നെ കൊണ്ടുവരണം. നീ ആയിരിക്കണം ആദ്യം ആരാധനയ്ക്ക് വരുന്നത്. നീ ആയിരിക്കണം ഏറ്റവും സാക്ഷ്യം പറയുന്നത്. നീ ആയിരിക്കണം പ്രാർത്ഥനയിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ഒരു പുതിയ അഭിഷേകം ദൈവം നിനക്ക് വേണ്ടി തരുമാറാകട്ടെ. ഇനിയും ദാവീദിനെ ടിഫിൻ ബോയ് ആയി വിട്ടപ്പോൾ എന്ത് സംഭവിച്ചു? അതിന്റെ വാക്യം 20-ാം വാക്യം വായിക്കാം. 20-ാം വാക്യം വായിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വായിച്ചോണ്ടിരിക്കും. വേഗം വായിച്ചോ. ആ ടിഫിൻ ബോയ് ആയിട്ട് പോവല്ലേ. നമ്മളെയൊക്കെ ടിഫിൻ ബോയ് ആയിട്ട് വിളിച്ചെങ്കിൽ ഇന്നെങ്കിലും ആടിനെ തീറ്റണ്ടല്ലോ, 10 മണി വരെ ഒന്ന് ഉറങ്ങിയേച്ച് അവിടം വരെ കൊണ്ടുപോയി ചോറ്റുപാത്രം കൊടുക്കുന്നൊരു ശുശ്രൂഷയേ ഉള്ളൂ. അത് എത്തിച്ചേച്ച് വൈകിട്ടിങ്ങി പോരാമെന്ന് പ്ലാൻ ചെയ്യും. പലർക്കും എന്നും ഹോളിഡേ ആണ്. അവരുടെ ജീവിതമേ ഒരു ഹോളിഡേ ആണ്. അവരുടെ വർക്കിംഗ് ഡേ തുടങ്ങില്ല.
ദാവീദിന് ആകെ കൂടെ ജോലിയുന്നു ഫ്രീ ആയിട്ട് കിട്ടിയൊരു ദിവസമാണ് ചോറ്റുപാത്രം കൊണ്ട് പോകാൻ, ദൂരെ പോകാൻ. പക്ഷെ അന്നും എന്ത് ചെയ്തു? അതികാലത്തെ എഴുന്നേറ്റു. ദാവീദ് അതികാലത്തെ എഴുന്നേറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം അവനെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കി. അവൻ ആടുകളെ ഒന്ന് ഓർത്തു നോക്കി. വാട്ട് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ദ കിങ് ഡേവിഡ് ഹാഡ്. ഒരു കൊച്ചു പയ്യനാണെങ്കിലും അപ്പന്റെ ആടാണേലും കാവൽക്കാർ വേറെ ഉണ്ടെങ്കിലും അതിനു മുമ്പ് ഒന്ന് പോയി ചെക്ക് ചെയ്യാനുള്ള വലിയൊരു താല്പര്യം ഇന്ന് എത്ര പേർക്കുണ്ട്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനൊന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ട് ഇന്ന് കൂട്ടായ്മ നടക്കുന്നതെന്ന്. വേറെ ആരെങ്കിലും പാടാൻ കാണുമായിരിക്കും, വേറെ ആരെങ്കിലും പ്രസംഗിക്കാൻ കാണുമായിരിക്കും, വേറെ ആരെങ്കിലും ആടിനെ നോക്കാൻ കാണുമായിരിക്കും. പക്ഷെ ആടെന്റെ ആടാണ്, എന്റെ അപ്പച്ചൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആടാണ്. അതിനെ കാലത്ത് നോക്കിയിട്ടേ ഞാൻ ചോറ്റുപാത്രം കൊണ്ട് പോവുകയുള്ളൂ. ദൈവം എനിക്ക് എത്ര ജോലി തന്നാലും ആദ്യം ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലിയിൽ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരമ്മ കുഞ്ഞ് ജനിച്ചിട്ട് 1-2 മാസം ആയി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ അടുക്കളയിലോട്ടാണോ ഓടുന്നത്, കുഞ്ഞിനെ നോക്കാനാണോ ഓടുന്നത്? ആദ്യം കണ്ണു തുറന്നാൽ നോക്കുന്നത് എന്താണ്? കുഞ്ഞിനെയാണ്. അടുക്കള ചെന്നാലും ഇടയ്ക്ക് വന്ന് നോക്കും, ഉണങ്ങി വന്ന് നോക്കും. അതാണ് ഒരു സമർപ്പണം. A dedicated work, a dedicated committed work I can only explain through a mother and child. അതാണ് ദൈവരാജ്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവരാജ്യത്തിൽ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സമർപ്പണമാണ്. നോട്ട് എ സമർപ്പണം ഓഫ് കൺവീനിയൻസ്, നിന്റെ സൗകര്യത്തിനുള്ള സമർപ്പണമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം വിളിക്കുന്ന സമയത്തിനുള്ള സമർപ്പണമാണ്. നമ്മളിപ്പോൾ കേട്ടല്ലോ, പത്രോസ് പണി മുഴുവൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിൽ പോകാനിരുന്നപ്പോഴാണ് പടവും കൊണ്ട് അവിടെ കാത്തിരുന്നത്. രാത്രി മുഴുവൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്തേച്ച് ഒരു പകൽ യേശുവിന്റെ കൂടെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് ആടിനെ ആദ്യം നോക്കി, വേലക്കാരോട് സംസാരിച്ചു, എന്നിട്ടാണ് അവൻ പുറപ്പെട്ടത്. ചിലപ്പോൾ പറഞ്ഞു കാണും, ഞാൻ പോയിട്ട് വൈകിട്ട് വരാം, വരുന്നവരെ നോക്കിക്കോണേ, അവിടെ പുല്ല് കിട്ടും, ഇവിടെ പുല്ല് കിട്ടും, അവിടെ വെള്ളം കൊടുക്കും, ആ ആടിന് ഇച്ചിരി അസുഖമുണ്ട്, ഈ ആടിന് ഇച്ചിരി പ്രശ്നമുണ്ട്, നീ അതിനെ ഇതൊക്കെ നോക്കിയാണേ. ഫുൾ റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ദാവീദ് ടിഫിൻ കൊണ്ടോടിയത്. ഹല്ലേലൂയ. രാജാവാണേലും ആടിനെ അവൻ മറന്നില്ല. ദൈവത്തിനറിയാം ദാവീദിനെ ഒരു രാജ്യം ഏൽപ്പിക്കണമോ, ഒരു സാധാരണ ആടിനെ കുറിച്ച് കരുതുന്നവനാകണം, അല്ലെങ്കിൽ അവൻ പാവപ്പെട്ടവനെ നോക്കുകയില്ല, അവൻ ആവശ്യക്കാരന്റെ പുറത്ത് തിരികെയില്ല. ദൈവത്തിന് അറിയാം ദാവീദിന്റെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയം പോലെയാണ്. എന്റെയും നിന്റെയും ഹൃദയം സ്വാർത്ഥമാണ്. ദൈവത്തിന് സഭ നിന്റെ കൈ തരാൻ ബുദ്ധിമുട്ടാണ്, വിശ്വാസികളെ നിന്റെ കൈ തരുവാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പഠിപ്പിച്ചല്ലോ, നല്ല വണ്ണം യേശു വേഗം വരുന്നു. യേശുവിനോളം പക്വതയുള്ള മണവാട്ടിയാണ് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടറെ കൊണ്ട് LKG ആളിനെ കെട്ടിക്കാൻ സാധിക്കുകയില്ല. യേശുവിന്റെ അത്രയും പക്വതയുള്ള സഭ അല്ലെങ്കിൽ ഒരുങ്ങേണ്ട സമയം ഇപ്പോഴാണ്. ഹല്ലേലൂയ. Unto the maturity of Jesus Christ. That is what God is preparing us. And David was very careful. അവനെ നോക്കി, അതിനുശേഷം എന്ത് ചെയ്തു? 22-ാം വാക്യം. Praise the Lord. Hallelujah. നമ്മളാണെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സ്ഥലം ഒന്ന് നോക്കി നിൽക്കും, പിന്നെ അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ നോക്കി നിൽക്കും. ചേട്ടന്മാരേതായാലും നമ്മൾ കണ്ട് മടുത്ത ടീമല്ലേ, അവരെ കണ്ടിട്ട് എന്താ കാര്യം? അവരെ വീട്ടിൽ വരുമ്പോഴല്ലെങ്കിലും കാണാമല്ലോ, അവരധികം വൈകാതെ ഇങ്ങനെ വീട്ടിൽ വരും. ദാവീദ് അങ്ങനെയല്ല, ബാക്കി ആരെയും കാണുന്നതിന് മുമ്പ് എങ്ങോട്ടോടി? സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോയി. സഹോദരന്മാരെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും? ഇന്ന് ലോകത്തിൽ 90% ആൾക്കാരും ചേട്ടനോടും അനിയനോടും ആങ്ങളയോടും പെങ്ങളോടും പിണങ്ങിയിരിക്കുകയാണ്. എന്തിനാ? വസ്തുവിന്റെ ഒരു ചെറിയ കാര്യത്തിനായിരിക്കും. എന്തിനാ? വന്നപ്പോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ ചേട്ടനെ വിളിക്കാത്തവരിപ്പുണ്ട്, കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ പെങ്ങളുടെ വീട്ടിൽ പോകാത്തവരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ സഹോദരനെയും നിന്റെ സഹോദരിയെയും നിനക്ക് സ്നേഹിക്കാനും കൊടുക്കാനും കാണാനും സാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് രാജാവാകാൻ പറ്റുകയില്ല. നിനക്ക് രാജാവാകണമോ, പ്രമാണം നേരെയായിരിക്കണം, നിന്റെ ജീവിതം നേരെയാക്കണം, നിന്റെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുവാൻ ആദ്യം പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആരും പറയാതെ ഇടയ്ക്കിടയ്ക്ക് സഹോദരനെ സഹോദരിയെയും വിളിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറിയാതെ അങ്ങ് വിളിച്ചു പോകും സ്നേഹം കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ ഇങ്ങോട്ട് വിളിച്ചില്ലേലും കുഴപ്പമില്ല, ഞങ്ങളെ മറന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാൻ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ ചേട്ടന്മാർ ഇവനെ അധികം സ്നേഹിച്ചിട്ടാണോ? അല്ല, ഇവനെ സ്നേഹിച്ചിട്ടില്ല. ഇവനെ തള്ളി കാട്ടിൽ വിട്ടിരിക്കുകയാണ്. ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല, പോയി കണ്ടിട്ടില്ല. ദാവീദേ മോനെ നീ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചിട്ടില്ല, ഒരു ഉടുപ്പ് മേടിച്ചു കൊടുത്തിട്ടില്ല, സമ്മാനം കൊടുത്തിട്ടില്ല. അവർ യൂണിഫോം ഇട്ട് മിലിറ്ററിയിലാണ്. അവരെ അന്വേഷിക്കാൻ ഉള്ള വലിയ ദൈവകൃപ ദാവീദിൽ ഉണ്ടായിരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ അന്വേഷിക്കാത്തവരെ, നിന്നെ തിരിഞ്ഞു നോക്കാത്തവരെ, നിന്നെ വെടക്കെന്നിരിക്കുന്നവരെ പോയി അന്വേഷിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അതൊരു അഭിഷക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതൊരു ദൈവകൃപയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ കഴിഞ്ഞ വർഷം ചെയ്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് വായിക്കാം അതിന്റെ 24-ാം വാക്യം. അവിടെ ചെന്നപ്പോൾ അവനൊരു കഥ അറിഞ്ഞു. എന്താണ്? ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരു മല്ലൻ ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യാൻ നിൽക്കുകയാണ്. ഇവരെ കണ്ടപ്പോൾ ഈ സൈന്യത്തിലുള്ള എല്ലാവരും, ശൗൽ രാജാവ് ഉൾപ്പെടെ മുട്ടിടിക്കുകയാണ്. എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശാസ്ത്രം ഭയത്തിന്റെ ജീൻ കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുകയാണ്. ഭയപ്പെടുമ്പോൾ എവിടുന്നാണ് ഹോർമോൺ ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയിരിക്കുകയാണ്. അത് കണ്ടുപിടിച്ചു, ഓൾമോസ്റ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. BDAF എന്ന് പറയുന്ന ബ്രെയിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നെർവ് ഗ്രോത്ത് ഫാക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഭയത്തെ മാറ്റാമെന്നും അത് ചിലപ്പം ഇനിയും സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ പാനിക് അറ്റാക്കിനും ഡിപ്രഷനും അങ്ങനെയുള്ള സംഗതിക്കൊക്കെ ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് വലിയ ശാസ്ത്രം റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രെയിനിനകത്തുള്ളൊരു സാധനം. അവർ വേറൊരു സംഗതി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ബൈബിളിൽ ഉള്ള സംഗതിയാണ്. ഭയത്തെ മാറ്റാൻ ഏറ്റവും നല്ലൊരു സംഗതി ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രത്യേകത, അത് സ്നേഹത്തിന്റെ ഹോർമോണാണ്. ഗൈനക്കോളജിസ്റ്റ് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം, ഓക്സിറ്റോസിൻ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴാണ്. തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിക്കുമ്പോഴാണ്. അപ്പൊ സ്നേഹിക്കാത്ത ഭാര്യയും ഭർത്താവും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നില്ല, ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഓട്ടോമാറ്റിക് ആയിട്ട് 5 പൈസ മരുന്ന് കഴിക്കാതെ നിന്റെ ശരീരത്തെ ഭയത്തെ മാറ്റാൻ ദൈവം നിനക്കൊരു ഹോർമോണെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ ഹോർമോണാണ്. അത് ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ഒരുത്തന് മാത്രമേ ഓക്സിറ്റോസിൻ ഉണ്ടാകുകയുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടക്കുന്നവൻ എങ്ങനെ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്നു? അവൻ പേടിച്ച് മുറി കിടന്ന് ഉറക്കം പോലും ഇല്ല. നിനക്ക് ഉറക്കമില്ലാത്തതിന്റെ കാര്യം നീ പ്രമാണത്തിന്റെ പുറത്ത് വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കൈയടിക്കുന്നവൻ ആയുസ് ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ട്. കൈയടിച്ച് പാട്ട് പാടാൻ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൈ അടിച്ചു കഴിഞ്ഞാൽ ആയുസ് വർദ്ധിക്കുമെന്ന്. അതുകൊണ്ട് വെറുതെ ഇരുന്ന് കൈ അടിക്കുന്ന ഒത്തിരി പേരുണ്ട്. സ്തോത്രം പറഞ്ഞ് കൈ അടിച്ചാൽ ഒന്നുമില്ലെങ്കിൽ നിനക്ക് ആത്മീയ ശക്തിയെങ്കിലും ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ചിരിച്ചാൽ ഇമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുമെന്നും തൊണ്ടയുടെ ഉള്ളിൽ ഇമ്മ്യൂണിറ്റി ഗ്ലാൻഡ് വർക്ക് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാഫിംഗ് ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാഫിംഗ് ക്ലബ് ഉണ്ടാക്കേണ്ട ആത്മാവിൽ നിറഞ്ഞാൽ തന്നെ സന്തോഷിച്ചോളും. ഹല്ലേലൂയ. ചിരിക്കാത്ത സഭയിൽ നീ പോയിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ. എപ്പോഴും കുറ്റം പറയുന്നവർക്ക് ജീവിച്ചിട്ട് എന്താ കാര്യം? ഹല്ലേലൂയ. തമ്മി സ്നേഹിക്കാനും തമ്മി ചിരിക്കാനും നിങ്ങളുടെ കുടുംബങ്ങളിൽ പൊട്ടിച്ചിരി ഉണ്ടാകട്ടെ. കരച്ചിൽ മാറിപ്പോകട്ടെ. സ്നേഹമില്ലായ്മ നീങ്ങിപ്പോകട്ടെ. ഭയം നീങ്ങിപ്പോകട്ടെ. ദൈവ ശക്തി ഇറങ്ങുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ വ്യാപരിക്കുമ്പോൾ മാറ്റാൻ വയ്യാത്ത ഒരു രോഗവുമില്ല. അതുമാത്രമല്ല, തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്. ഭയം നിന്നിൽ നിന്ന് മാറ്റുന്നത് സ്നേഹവും സുബോധവും ശക്തിയും വരുമ്പോഴാണ്. ഇത് ദൈവമക്കൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അത് കാണിക്കേണ്ട കാര്യമില്ല, ദൈവവേദനയുള്ള സംഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹവും സുബോധവും ശക്തിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ചേട്ടന്മാരും ശൗലും പട്ടാളവും മുഴുവൻ പേടിച്ചിരിക്കുകയാണ് ദാവീദ് ചെല്ലുമ്പോൾ. ഇവര് മുഴുവൻ പേടിച്ചിരിക്കുകയാണെന്ന് ദാവീദിന് അറിയില്ലായിരുന്നു, സ്വർഗത്തിലെ ദൈവത്തിന് അറിയായിരുന്നു.
ഇവരുടെ പേടി മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് ദാവീദിന് അറിയില്ലായിരുന്നു, സ്വർഗത്തിലെ ദൈവത്തിന് അറിയാമായിരുന്നു. ഇവർ പേടിച്ചിരുന്നതിന്റെ കാരണം എന്താണ്? ഇവർ അഭിഷക്തന്മാരല്ലായിരുന്നു. ഇവർ എന്റെ ഭാഷയെ പറഞ്ഞാൽ പേടിച്ചു തൂറികളായിരുന്നു. നാടൻ ഭാഷയെ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പേടിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ അങ്ങനെ ഇല്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 27-ാം സങ്കീർത്തനം പറയണു, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കൂ? ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ദൈവം നിന്നെ പേടിയിൽ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവരെല്ലാം പേടിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ദാവീദ് അങ്ങോട്ട് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പേടിയുള്ളവരും ദാവീദും തമ്മിലുള്ള ഒറ്റ വ്യത്യാസം, പേടിയുള്ളവർക്ക് അഭിഷേകമില്ല, ദാവീദിന് അഭിഷേകമുണ്ട്. അപ്പൊ നിന്റെ പേടിയെ മാറ്റുന്നത് മരുന്നല്ല, നിന്റെ പേടിയെ മാറ്റുന്ന കൗൺസിലിംഗ് അല്ല, നിന്റെ പേടിയെ മാറ്റുന്നത് അഭിഷേകമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരുമാറാകട്ടെ. നീ എത്ര മൂത്ത വിശ്വാസിയാണേലും ആത്മനിറവില്ലെങ്കിൽ 5 പൈസയ്ക്ക് ഗുണമില്ല സഹോദര. ആത്മനിറവിൽ വിശ്വാസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വസിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല പല നല്ല കുടുംബങ്ങളിൽ, കുടുംബ പ്രാർത്ഥനയുള്ള, ബൈബിൾ വായനയുള്ള പല കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും കുഞ്ഞുങ്ങളൊക്കെ മാറിപ്പോകുന്നതിൻ്റെ ഒക്കെ കാരണം ആത്മനിറവില്ലാത്തത് കൊണ്ടാണ്. നിലനിൽക്കാൻ കഴിയുന്ന ഏക സംഗതി പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയുമാണ്. അത് ഏറ്റെടുക്കുവാൻ ദൈവം എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ആത്മനിറവുണ്ടാകണം. നിങ്ങളുടെ വീട്ടിലുള്ള ആരാധനയിൽ ആത്മശക്തി ഇറങ്ങി വരണം. എനിക്കറിയാം, കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കൈയടിച്ച് പാട്ടുപാടി വീടിന്റെ ചുറ്റും ഡൈനിങ് ഹാളിന്റെ ചുറ്റും ചാടി നടന്ന് ആരാധിക്കുന്ന ചില കുടുംബങ്ങളെ എനിക്കറിയാം. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല, ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയാൽ, കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ ഡൈനിങ് ഹാളിന്റെ ചുറ്റും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പറഞ്ഞ് ആരാധിക്കുന്ന ഒരു കുടുംബം. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥ കുടുംബ പ്രാർത്ഥന. വീണ്ടും നിർത്തിക്കുന്ന പ്രാർത്ഥനയല്ല, ആത്മാവിന്റെ നിറവിന്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പൊ അവരെല്ലാം പേടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ 24-ാം വാക്യം വായിക്കാം. 26-ാം വാക്യം. 24 നമ്മൾ വായിച്ചത് എന്താണ്? അവർ പേടിച്ച് ഓടിപ്പോയി. അവരെങ്ങോട്ട് ഓടി? ഗോലിയാത്തിന്റെ മുമ്പിൽ നിന്ന് റണ്ണിങ് ബാക്ക്വേർഡ്സ്. ബിക്കോസ് ഓഫ് ഫിയർ, റണ്ണിങ് ബാക്ക്വേർഡ്സ്. ദേ ഫ്ലെഡ് ഫ്രം ഗോലിയാത്ത്. ഒരു വലിയ ജയന്റിനെ, ഒരു വലിയ മല്ലനെ കണ്ടേച്ച് അവന്റെ മുമ്പിൽ നിന്ന് ഓടി വീട്ടിലോട്ട് പോവാ. എന്നെ കൊണ്ട് ഇത് പറ്റില്ല സാറേ, വേറെ ആരെങ്കിലും അന്വേഷിക്കണേ. സാധാരണ നമ്മൾ കേൾക്കുന്ന എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ, മോനെ അത് എന്നെ കൊണ്ട് ഇത് പറ്റില്ല സാറേ, വേറെ ആരെങ്കിലും അന്വേഷിക്കണേ. പണി നമുക്കറിയില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭാഷ അറിയില്ല, ഹിന്ദി അറിയില്ല, വേറെ ആരെങ്കിലും അന്വേഷിക്കണേ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, വേറെ ആരെങ്കിലും അന്വേഷിക്കണേ. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, വേറെ ആരെങ്കിലും അന്വേഷിക്കണേ. ഇന്ന് ഞാൻ രാവിലെ ഒരാളോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ. പുള്ളി പറഞ്ഞു അല്പമൊക്കെ പ്രസംഗിക്കാൻ അറിയാം, പ്രാർത്ഥിക്കാൻ അറിയില്ല. ആദ്യം പഠിക്കേണ്ടത് പ്രാർത്ഥിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ പ്രസംഗിക്കാൻ പഠിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇന്ന് പ്രസംഗിക്കാൻ ഭയങ്കര താല്പര്യം, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രസംഗാലയം എന്നാണോ അതോ പ്രാർത്ഥനാലയം എന്നാണോ? പ്രാർത്ഥനാലയം. ഇന്ന് ആൾക്കാർ ആരാധനയ്ക്ക് വരുന്ന പ്രസംഗം കേൾക്കാനാ, പ്രാർത്ഥിക്കാനല്ല. അതാണ് വലിയ തെറ്റ്. ആരാധന പ്രാർത്ഥനാലയമാണ്. ഇവിടെ വരുന്നവർ പ്രാർത്ഥിക്കാനാ വരേണ്ടത്, പ്രസംഗം കേൾക്കാൻ വരണ്ട. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കാൻ വന്നാൽ ആർക്കാ ഗുണം? നിങ്ങൾക്ക് തന്നെയാണ് ഗുണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആരാധനകൾ ആരാധനാലയമായും പ്രാർത്ഥനാലയമായും മാറട്ടെ. മ്യൂസിക്കിന്റെയും പ്രസംഗത്തിന്റെയും ആലയങ്ങളല്ല, പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ആലയങ്ങളാണ്. ഹല്ലേലൂയ. മ്യൂസിക്കും പ്രസംഗവും ആരാധനയും എല്ലാം വേണം, വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ കൂടെ തന്നെ അത്യാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. ഹല്ലേലൂയ. They fled from him. അപ്പോഴാണ് ദാവീദ് വിവരം അറിയുന്നത്. 26-ാം വാക്യത്തിലേക്ക് വരാം. 1 ശമൂവേൽ 17:26 വായിച്ചോളൂ. ഫസ്റ്റ് ടൈം. എന്ത് കൊടുക്കും? നമ്മളൊക്കെയാണ് ആദ്യം ചെന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നുള്ളത് ആദ്യമേ ഇപ്പൊ കേട്ട് കാണും. അവൻ ഇത്രയും നേരമായിട്ട് കേട്ടില്ല. ഒന്നോർത്ത് വയ്ക്കുക. ചില ആൾക്കാരുണ്ട്, അവർക്ക് എന്താ നാട്ടിൽ കിട്ടേണ്ട സംഗതി, അവരുടെ അവകാശം പോലും അവർക്കറിയില്ല. അവരിങ്ങനെ പാടി സ്തോത്രം പറഞ്ഞുകൊണ്ടൊക്കെയാണ്. ദൈവം അവരുടെ കാര്യം നോക്കിക്കോളും. എനിക്കിന്ന് നല്ലവണ്ണം ഓർമ്മയുണ്ട്. എനിക്ക് ന്യൂറോ സർജറി അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് അവിടെ തന്നെ HOD കണ്ട്, അപ്പം ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അങ്ങനെ പോവില്ല ഡോക്ടറെ, എനിക്കിവിടെ വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമാണ്. അപ്പോൾ ഡോക്ടർ ബാനർജി പറഞ്ഞു ഇവിടെ അഡ്മിഷന് സമയമില്ല, അവസരമില്ല, ചാൻസ് ഇല്ല, ഗെറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞു നല്ല മിടുക്കന, ന്യൂറോ സർജറി മാത്രം മതി, അങ്ങനെ ഇങ്ങനെ. അത് നിന്നോടല്ലേ പറഞ്ഞ ഇവിടെ ചാൻസ് ഇല്ല പൊക്കോളാൻ. ഞാൻ പറഞ്ഞു സാറേ
എൻ്റെ ഈ ആപ്ലിക്കേഷൻ ഇവിടെ സെക്രട്ടറിയുടെ കൊടുത്തോണ്ട് പോകട്ടെ, എവിടെയെങ്കിലും കൊടുത്തേച്ച് നീ പൊക്കോ, വേഗം സ്ഥലം കാലിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നു. അവർ ചോദിച്ചു എന്താ വിശേഷം? ഞാൻ പറഞ്ഞു എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് വന്നിട്ടുണ്ട്, അത്രയായെന്ന് പറഞ്ഞു. അവർക്കറിയാമോ എങ്ങനെ കൊടുത്തിട്ട് വന്നതെന്ന്? ഞാൻ വിശ്വാസത്തിലാണ് കൊടുത്തത്. ഡോക്ടർ ബാനർജി എന്നെ ഒഴിച്ചുവിടാനാണ് കൊടുക്കാൻ പറഞ്ഞത്. ഹല്ലേലൂയ. കഥ മനസ്സിലാക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ ഒഴിവാക്കാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞാലും നീ വിശ്വാസത്തോടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ. 5 ദിവസം കഴിഞ്ഞപ്പോൾ ബാനർജി എന്നെ വിളിച്ചു, വേഗം വരാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, നീ ഇവിടെ കൊടുത്തില്ലേ ആപ്ലിക്കേഷൻ, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് സാറേ. എപ്പോഴാണ്? ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഉടൻ തന്നെ സൈൻ ചെയ്തേച്ച് ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ക്യാൻറ്റീനിലേക്ക് ഓടി. ആരെങ്കിലും എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സാക്ഷ്യം പറയുന്ന സ്വഭാവം പണ്ടേ ഉണ്ട്. അത് പ്രശ്നമില്ല, ആരാണോ എന്ന് വിരോധമില്ല. ഡോക്ടറാണോ പേഷ്യൻ്റ് ആണോ ഓഡിറ്റൻ്റ് ആണോ, ആദ്യം വരുന്ന ആളോട് സാക്ഷ്യം പറയും. ഞാൻ അവിടെ ഇരുന്നൊരു ചായ ഓർഡർ ചെയ്ത് ഒരുത്തം വന്നിരുന്നു. ഹലോ, ഹൗ ആർ യു? ഞാൻ ഡോക്ടർ കോവൂർ. അയാൾ പറഞ്ഞു ഞാൻ ഡോക്ടർ സോ ആൻഡ് സോ. എന്താ വന്നതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ അഡ്മിഷൻ കിട്ടി ന്യൂറോ സർജറി നോൺ PG രജിസ്ട്രാർ. അവൻ പറഞ്ഞു ഇന്നലെ ഞാൻ റിസൈൻ ചെയ്തു ന്യൂറോ സർജറി PG. അവൻ റിസൈൻ ചെയ്ത സീറ്റിലാണ് എനിക്ക് ദൈവം വഴിയൊരുക്കിയത്. ഞാൻ പറഞ്ഞു മോനെ നിനക്ക് മസാല ദോശ വേണോ, പൊറോട്ട, ഇറച്ചിക്കറി വേണോ, കാപ്പി, ചായ വേണോ, എല്ലാം എൻ്റെ സൈഡിൽ നിന്നാണ് പറഞ്ഞു. ഞങ്ങൾ ഓർഡർ ചെയ്യാൻ തുടങ്ങി ഓരോന്നോരോന്നായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു നീ എന്താ ഇട്ടേച്ച് പോകുന്നതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു എനിക്ക് ഇംഗ്ലണ്ട് ജോലി കിട്ടി. ദൈവത്തിന് എനിക്കൊരു നോൺ PG തരേണ്ടതിന് വേറൊരുത്തിനെ ഇംഗ്ലണ്ട് വരെ പറപ്പിക്കേണ്ട ഗതികേടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നനച്ചിട്ടില്ല. അത്ര വലിയ വലിയ സംഭവങ്ങൾ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവം ജീവിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര പേരിന്ന് വിശ്വസിക്കും വലിയ മഹത്വം കാണാൻ പോവുകയാണ്? എൻ്റെ ഏറ്റവും വലിയ വിഷയം അതല്ല. ആ വിഷയത്തിലേക്ക് ഞാൻ പറയട്ടെ. ഇവൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ പറഞ്ഞു കോവൂരെ ഞാൻ പോവാ ഇംഗ്ലണ്ടിലേക്ക്. വെല്ലൂരിലേക്കുള്ള ആപ്ലിക്കേഷൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ദ ഡേറ്റ് ഫോർ ഗെറ്റിംഗ് ദി ആപ്ലിക്കേഷൻ ഈസ് ഓവർ. കിട്ടേണ്ട സമയം കഴിഞ്ഞു. ഞാൻ അറിഞ്ഞില്ല. ഈ ആപ്ലിക്കേഷൻ എനിക്ക് 5 പൈസയുടെ വിലയില്ല. ഞാൻ പോവാണ്. അങ്ങോട്ട് 3 ദിവസത്തിനാണ് എത്തിച്ചാൽ ലാസ്റ്റ് ഡേറ്റ് 3 ദിവസമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു താങ്ക് യു എന്നും പറഞ്ഞ് മേടിച്ചു. ആ ആപ്ലിക്കേഷൻ അന്ന് ഫില്ല് ചെയ്ത് സ്പീഡ് പോസ്റ്റ് വിട്ടു. ആ ആപ്ലിക്കേഷനാണ് കോവൂർ വെല്ലൂർ ന്യൂറോ സർജറി അഡ്മിഷൻ കിട്ടിയത്. ഞാൻ തേടിപ്പോയൊരു ആപ്ലിക്കേഷൻ അല്ല, തമ്പുരാൻ വേറെ ഒരുത്തൻ്റെ കാശ് കൊണ്ട് മേടിപ്പിച്ച ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ അവനെ എൻ്റെ കൈ കൊണ്ട് എത്തിക്കാൻ ക്യാൻറ്റീനിൽ കൊണ്ടുവന്നേച്ച് സ്വന്തം കൈയിൽ തരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നിന്റെ പുറകെ ഇറങ്ങിയാൽ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. I did not run after the application. I did not run after the admission. God sent the application through somebody else. ഇവൻ അവിടെ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചൊന്നും ഒരു വിവരമില്ലായിരുന്നു. അപ്പോഴാണ് ആരാണ്ടോ പറഞ്ഞു. എന്താ പറഞ്ഞേ? അവരെന്താ പറഞ്ഞു? ഇവിടെ വല്ലതും കിട്ടുമോയെന്ന് ചോദിച്ചു. 25-ാം വാക്യം എന്താ പറഞ്ഞേ? അല്ല, എന്താ പ്രതിഫലം കിട്ടുന്ന കാര്യം പറഞ്ഞില്ലേ അവിടെ? അവനെ കൊല്ലുന്നവന് രാജാവ് മഹാസമ്പന്നനാക്കുകയും മകളെ അവിടെ കൊടുക്കുകയും കര ഒഴിവും കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത്രയും വലിയ മോട്ടിവേഷൻ വേറെ വല്ലോത്തിനും വേണോ? ഇന്ന് നാട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വെല്ലുവിളി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് മല്ലനെയാണെങ്കിലും ഒരേ കൈ നോക്കാമെന്ന് പറഞ്ഞിറങ്ങൂല്ലേ? മാരിയിങ് ദ കിങ്സ് ഡോട്ടർ, ഗെറ്റിംഗ് ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ കിങ്ഡം, ലോട്ട് ഓഫ് മണി. ഹല്ലേലൂയ. ഇത്രയും പ്രതിഫലം കിട്ടിയ 2014 ആരെങ്കിലും പുറകെ ഇറങ്ങാതെ ഇരിക്കില്ല. പക്ഷെ അന്നിട്ട് ഒരെണ്ണം പോലും അനങ്ങിയില്ല എന്നുള്ളതാണ്. ഇത്രയും പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടും ഇസ്രയേലിൽ ഒരൊറ്റത്തെ ഒരുത്തൻ അനങ്ങിയില്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് കേട്ടോടനെ ആഹാ അത്രയും വലിയ പ്രതിഫലമാണല്ലോ, ഞാനങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചോ? ഇല്ല. ദാവീദിനെ ഈ പ്രതിഫലമൊന്നും എക്സൈറ്റ് ചെയ്തില്ല. ഡേവിഡ് വാസ് നോട്ട് എക്സൈറ്റഡ് ലിസ്ണിംഗ് ടു ഇറ്റ്. ഞാൻ വേറെ രീതി പറയാം. ദാവീദ് കിന്നരം വായിക്കാൻ കൊട്ടാരത്തിൽ പോയപ്പോൾ ശൗലിന്റെ മോളെ എന്താണേലും കണ്ടു കാണും. അതൊന്നും അവിടെ എഴുതിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കൊട്ടാരവും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ കണ്ടു കാണും. മീഖായേലും ചിലപ്പോൾ ഇവളെ കണ്ടു കാണും, ഇവനെ കണ്ടു കാണും. ഇത്രയും വലിയ ഓഫർ വന്നു കഴിഞ്ഞാൽ ചാടി വിടാൻ നല്ലൊരു പറ്റിയ പരിവാണ് ഒരു 25-കാരന് 24-കാരന്. കല്യാണം കഴിക്കാൻ പ്രായമായി നിൽക്കുമ്പം രാജാവിൻ്റെ മോളെ കിട്ടിയ പിന്നെ എന്താ ഓഫർ? പ്രൈസ് ദി ലോർഡ്. ഈ ഓഫറിന്റെ പുറത്തല്ല ചലിച്ചത്. എന്ത് ഓഫറിന്റെ പുറത്താണ് അവൻ ചലിച്ചത്? അവിടെ വാക്യമുണ്ട്. എന്ത് ഓഫറിന്റെ പുറത്താണ് ചലിച്ചത്?
ഇസ്രയേലിന്റെ ദൈവമായ യഹോവയോട് നിന്ദിക്കുന്നവൻ ഇവനാര്? വാട്ട് ചാലഞ്ച് ഡേവിഡ്? വാട്ട് മോട്ടിവേറ്റഡ് ഡേവിഡ്? വാസ് നോട്ട് ദ കിങ്സ് ഗ്രേറ്റ് ഓഫർ, ബട്ട് the uncircumcised Philistine who was challenging the name of the living God. What a great thing. What is your motivation in your life? നിന്റെ ജീവിതത്തിൽ എന്താണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? ജോലിയാണോ? പൈസയാണോ? ഒരു 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ചാടി പോവുക, ഒരിടത്തുനിന്ന് റിസൈൻ ചെയ്ത് വേറത്തോട്ട്. ഇന്ന് ബാംഗ്ലൂരിലും അമേരിക്കയിലും ഒക്കെ അങ്ങനെയാണ്, മിനിറ്റിനാണ് റിസൈൻ ചെയ്യുന്നത്. ഒരു 5000 രൂപ കൂടുതൽ കേട്ടോ, 200 രൂപ 500 രൂപ, അത് അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക. അങ്ങനെയാണ് ഒരു ഗുണമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ലോകത്തെ നയിപ്പിക്കുന്നതും ചാടിപ്പിക്കുന്നതും ഓടിപ്പിക്കുന്നതും ഒക്കെ എന്താണ്? പൈസയാണ്. എങ്ങനെയെങ്കിലും കുറച്ചുകൂടെ നല്ല ജോലി കിട്ടാം, എവിടെയെങ്കിലും നോക്കാം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ചലിപ്പിക്കുന്നത് നല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കിട്ടുക, പിന്നെ കര ഒഴിവും, ഏറെക്കുറെ പറ്റിയ സംഗതിയൊക്കെ ഓഫറുണ്ട്. പക്ഷെ ദാവീദിനെ ചലിപ്പിച്ചത് അതല്ല. അവന്റെ ഹൃദയത്തിൽ ചലിപ്പിച്ചത്, അവന്റെ ദേഹത്തുണ്ടായിരുന്ന അഭിഷേകം അവനെ ചലിപ്പിച്ചത്, യഹോവയെ നിന്ദിക്കുന്ന ഇവനാർ. ഇന്ന് രാത്രി എത്ര പേരുടെ ഉള്ളിൽ ദൈവരാജ്യത്തിനെതിരായി വരുന്ന ശക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സംഗതികൾക്കെതിരായി പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടുവാൻ ദാവീദിനെ പോലെ നിന്റെ അഭിഷേകം നിന്നെ മുമ്പോട്ട് നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും പ്രാർത്ഥനാ ഹാളിൽ ഹല്ലേലൂയ പറയും, റെയിൽവേ സ്റ്റേഷനിൽ ഹല്ലേലൂയ പറയില്ല, ട്രെയിനിനകത്ത് ഹല്ലേലൂയ പറയില്ല. ഞാൻ പലപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ ഒന്ന് ഉറക്കെ കൈ കൊടുത്തേച്ച് ഹല്ലേലൂയ പറഞ്ഞു നോക്കും. ഇവർ വേണോ ഡോക്ടറെ ഗുഡ് മോർണിംഗ്, തിരിച്ച് ഗുഡ് മോർണിംഗ് കിട്ടും. ഒരു ഹല്ലേലൂയ അടിച്ചു നോക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിന്നെ നിർത്തിയിരിക്കുന്ന ഏത് സ്ഥാനത്തും ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ.